അതായത് ഈ വിവാദത്തിന് തുടക്കമിട്ടത് സന്തോഷ് പണ്ഡിറ്റല്ല. പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ മോശം റിവ്യൂ ഇടും. സിനിമ നിരോധിക്കുമോ എന്നൊക്കെ എന്നോട് ചിലർ ഇപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചു. മോഡേൺ ജേർണലിസത്തിന് വിവരം വേണ്ട, നിങ്ങൾ വിവാദം ഉണ്ടാക്കാനുള്ള കഴിവ് മതിയോ? വിവാദങ്ങൾ ഉണ്ടെങ്കിലല്ലേ 10 മനുഷ്യന്മാർ കാണുന്നു. നിങ്ങൾ പണം തരൂ, ഇത് രണ്ടും തരാതെ ഗിമ്മിക്ക് കളിക്കണ്ട. ഈ ഒരു കറന്റ് സൊസൈറ്റിക്കുള്ള ഒരു റിബൽ മറുപടി എന്നുള്ള രീതിയിലാണോ ഈ മൂവിയിൽ കാണിക്കുന്നത്? അപ്പം നല്ല സിനിമകളെ ഇവർ തകർക്കുന്നു, മോശം സിനിമകളെ പൈസ വാങ്ങിച്ച് നന്നാക്കുന്നു. നോട്ട് ദ പോയിന്റ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് പറഞ്ഞത് ന്യൂ ജനറേഷനിൽ പെട്ട ചില നടന്മാർ പിന്നെ അവർക്ക് കഞ്ചാവ് അടിച്ചാലേ അവർക്ക് അഭിനയം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ സോഷ്യൽ മീഡിയയ്ക്കോ മലയാളികൾക്കോ ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ലെറ്റ് മീ വെൽക്കം സന്തോഷ് പണ്ഡിറ്റ് ടു അവർ ഷോ. അപ്പം കഴിഞ്ഞൊരു 11 മൂവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 11 മൂവീസും അത്യാവശ്യം കോൺട്രവേഴ്സീസ് മീൻസ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. ഇപ്പോൾ ഒരു 12ാമത്തെ ഒരു പടം അത്യാവശ്യം വിവാദമായ രീതിയിൽ തന്നെ ആ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. 12ാമത്തെ സിനിമ കേരള ലൈവാണ്. വിവാദമാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ കണ്ടന്റ് വൈസ് എങ്ങനെ വരുമോന്ന് എനിക്കറിയില്ല. സിനിമ നിരോധിക്കുമോ എന്നൊക്കെ എന്നോട് ചിലർ ഇപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇത് നിരോധിക്കേണ്ട കാര്യമൊന്നും അല്ല, അങ്ങനെ അതിലൊന്നുമില്ല. അതായത് വിഷയം 5 വർഷത്തിന് ശേഷം പ്രവാസികൾ മൊത്തം പുറത്തേക്ക് പോയ പ്രവാസികൾ മൊത്തം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് ഈ സിനിമയുടെ കേരള ലൈവ് എന്ന് പറയുന്ന സിനിമയുടെ ത്രെഡ്. അല്ല, എൻ്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ നായകൻ്റെ വെരി ഫസ്റ്റ് ഷോട്ട് തന്നെ നായകൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛനും മോനെ നീ വന്നാ, അമ്മയെ പണി പോയി, ശരി. അപ്പം നായകൻ വളരെ കോൺഫിഡൻറ്റോടെ പറയാണ്, 10 വർഷം വെള്ളടി പോലെ ഒന്നുമില്ല, കിട്ടിയ പൈസയൊക്കെ ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ, നാളെ തന്നെ പോയി ഞാൻ എടുക്കുന്നു, MCA അതൊക്കെ കഴിഞ്ഞാണ്, നല്ലൊരു ഷോപ്പ് തുടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ചെല്ലും. കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയിട്ടുണ്ടാവും, പൈസ പോയി കിട്ടി. അപ്പോൾ ഇവൻ എന്നാൽ പിന്നെ ഇനി ബിസിനസ് നടക്കൂല, ഇനി വേറെ വല്ല പണിക്കും പോവാം. ഏത് പണിക്ക് പോയാലും മര്യാദയ്ക്ക് ശമ്പളം കിട്ടൂല. മടുത്ത് അവസാനം ഒരു ഓൺലൈൻ ചാനലുകാരൻ ഒരിത് കൊടുക്കുകയാണ്. എന്നൊന്നും കഥ ഒരുപാടൊന്നുമില്ല, വളരെ ഫാസ്റ്റിൽ ഇങ്ങനെ പോവാം. തുടക്കം തന്നെ യോഗ്യതയൊന്നും പ്രശ്നമില്ല, നിങ്ങൾ 7ാം ക്ലാസ് തോറ്റാലും പ്രശ്നമില്ല, ജേർണലിസ്റ്റ് റിപ്പോർട്ടറെ വേണം. അപ്പോൾ ഇവൻ വിചാരിക്കുക എന്തായാലും കുഴപ്പമില്ല, നമ്മൾ മാസ്റ്റർ ഡിഗ്രിക്ക് ആണല്ലോ ചെല്ലും. അപ്പോൾ ഒരു ഞങ്ങൾക്ക് ലൈക്കും ഷെയറുമാണ് വേണ്ടത്, നിങ്ങൾ എന്തോ എഴുതിക്കുക, ആരെക്കുറിച്ച് എന്ത് എഴുതിയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിപിടി ഉണ്ടാക്കുക, വിവാദം ഉണ്ടാക്കിയ ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കും. ഇതാണ് ഇവൻ്റെ. അപ്പോഴും ഇവൻ ചോദിക്കുന്നു, MCG ഒന്നും കഴിയണ്ടേ, അല്ല ജേർണലിസം പഠിക്കണ്ടേ, എവിടുന്ന്? അതൊക്കെ മോഡേൺ ജേർണലിസത്തിന് വിവരം വേണ്ട, നിങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാനുള്ള കഴിവ് മതിയാണ്. അങ്ങനെയാണ് ഇവൻ ചേരുന്ന ഈ ചാനലിൻ്റെ പേരാണ് ഈ കേരള ലൈവ്. ഈ കേരള ലൈവിൽ ഇവൻ ചേർന്നതിന് ശേഷം വളരെ ആത്മാർത്ഥമായി കുറേ നല്ല നല്ല റിപ്പോർട്ടെല്ലാം കൊണ്ട് കൊടുക്കും. ഇവൻ്റെ ഇവിടെ നടക്കുന്ന പല അഴിമതിയും തട്ടിപ്പൊക്കെയാണ് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവൻ്റെ ബോസായിട്ടുള്ള കുട്ടി എന്ത് ചെയ്യും, ഇതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കിട്ടുന്നുണ്ട്, ഞാൻ ഇപ്പം മര്യാദയ്ക്ക് ഇത്ര ലക്ഷം തന്നു. പിന്നെ അവർക്ക് ഈ മൂവി റിവ്യൂ എല്ലാം ഉണ്ട്. എത്ര നല്ല സിനിമയാണെങ്കിലും ഇതിൻ്റെ ബോസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി അവരെ ഭീഷണിപ്പെടുത്തും, പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ മോശം റിവ്യൂ ഇടും. കാരണം ഇവർക്കെന്ന് പറഞ്ഞാൽ 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്. ഇവരിട്ട് കഴിഞ്ഞാൽ ഇവരിത് നോക്കിയിട്ടാണ് മലയാളികൾ സിനിമ കാണണോ വേണ്ടയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകളെ ഇവർ തകർക്കുന്നു, മോശം സിനിമകളെ പൈസ വാങ്ങിച്ച് നന്നാക്കുന്നു. ഇതുപോലുള്ള കുറേ വിഷയങ്ങൾ, അതായത് നിങ്ങൾ കറണ്ടിലി നിങ്ങൾ കാണുന്ന പല വിഷയങ്ങൾ. ഇതിൻ്റെ കൂടെയാണ് ഇവിടുത്തെ ഒരു വിഭാഗം സ്ത്രീകൾ സ്ത്രീ സമത്വം വേണം, സ്ത്രീയായ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അപ്പോൾ പാർട്ടിയിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർ പറയും ഒരു കാരണവശാലും സ്ത്രീയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് സ്ത്രീകളും സർക്കാരും തമ്മിലുള്ള പ്രശ്നം. പക്ഷേ ടോട്ടലി സംഭവിക്കുന്നത് ഒരു 5 വർഷത്തിന് ശേഷം പ്രവാസികൾ മുഴുവൻ തിരിച്ചു വരുമ്പോൾ വിദേശ മദ്യ ഷോപ്പിന് മുന്നിൽ ആളില്ല. അങ്ങനെ ഒരു അവസ്ഥയൊന്നും കേരളത്തിൽ വരില്ല, എൻ്റെ ഒരു സ്വപ്നമാണ്, എന്താട്ടെ. പിന്നെ ലോട്ടറി എടുക്കാൻ ആളില്ല, വണ്ടിയൊന്നും കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആരെങ്കിലും പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ AI ക്യാമറയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലും വണ്ടി പുറത്തിറക്കാനാണല്ലോ അവനിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമല്ലോ, ഒന്നുമില്ല. അപ്പോൾ സർക്കാരിന് ടാക്സ് കിട്ടാതാകുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നില്ല, 140 MLA-മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് ഉദ്യോഗസ്ഥരും
പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള വലിയൊരു ക്രാഷിലേക്ക് കഥ പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ തൊട്ടുമുള്ള സിനിമ ആതിരയുടെ മകൾ അഞ്ജലിയായിരുന്നു. നിങ്ങളതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞു, ഒരു സാധാരണ പടം, നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വരണ്ട, ഇതിന് അങ്ങനെ ഒന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫീലിംഗ് പ്രതീക്ഷിക്കാമോ. ഇതിലും ഞാൻ പറയുന്നത് സാങ്കേതികമായി വലിയ പ്രതീക്ഷ വെക്കണ്ട. കാരണം 5 ലക്ഷത്തിൻ്റെ പടം, 100-ലധികം താരങ്ങൾ വരുന്നു, 8 സോങ് ഉണ്ട്, സോങ് എല്ലാം പുറത്താണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഷില്ലോങ്, ഡാർജിലിംഗ്, ഇപ്പോൾ കുളു മണാലിയിലൊക്കെയാണ് നമുക്ക് സോങ് വരുന്നത്. ഇതൊരു വശം മാത്രമാണ്. ഒരു 3.5 മണിക്കൂറോളം ഉണ്ട് ഈ സിനിമ. പക്ഷെ സാങ്കേതികമായി 5 ലക്ഷം രൂപയ്ക്ക് ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. പക്ഷേ കഥാപരമായി അതും ഒരു പുതുമയുള്ള പ്രമേയമാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ലെങ്കിലും 2034 ഈ കേരള ലൈവ് എന്ന സിനിമ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷ് പണ്ഡിറ്റ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നല്ലേ, ഒരു പ്രവചനം പോലെ. കാരണം ഞാൻ പറയുന്നു, കേരളം എല്ലാ മേഖലയിലും മുന്നിലാണ്. പക്ഷേ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രവാസികളുടെ ഭിക്ഷയാണ് എന്നാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയൊക്കെ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, മദ്യം കൂടുതൽ യൂസ് ചെയ്യുന്നത് പാവപ്പെട്ട ഒരു സാധാരണക്കാരുമാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും കോടീശ്വരന്മാർ കഴിക്കുന്നില്ലേ. അപ്പം ഞാൻ പറയും, ഈ കോടീശ്വരന്മാരധികവും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ വലിയ വലിയ എക്സിക്യൂട്ടീവ്മാരായിരിക്കും, വലിയ മാനേജേഴ്സ് ആയിരിക്കും. അവർക്ക് ഓസിക്കെല്ലാം കിട്ടാനുണ്ട്. നോട്ട് ദ പോയിന്റ്. കാരണം നിങ്ങളെപ്പോലെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സാധാരണക്കാരനെ പോലെ ഒരു മദ്യഷോപ്പിന് മുന്നിൽ പോയി നിന്നിട്ട് അത് വാങ്ങേണ്ട ഗതികേട് ഇവിടുത്തെ കോടീശ്വരന്മാർക്കില്ല. അതായത് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ വലിയൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ആഴ്ചയ്ക്ക് ഓരോരോ ഇതെല്ലാം വരും. അന്ന് ഫ്രീ ആയിട്ട് ഇവിടെ മദ്യം ഉണ്ട്. ഇയാളെന്തിനും ഇവിടുത്തെ കയ്യിൽ പൈസ കൊടുത്ത് വാങ്ങണം? ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതേപോലെ വ്യക്തിപരമായി എനിക്കാണെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി സൈഡിൽ വരുന്നവർ, നിങ്ങളൊരു ഇനോഗ്രേഷന് പോകുന്നു എങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ഹോട്ടലാണ് കിട്ടുക. അവിടെ നമുക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊക്കെ നമ്മൾ സാധാരണ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പം ഞാനവിടെ മദ്യം വാങ്ങിച്ച് അവിടെ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 5 പൈസ ചിലവില്ലാതെ ചെയ്യാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടുത്തെ പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മദ്യത്തിന് വില കൂട്ടുന്നതോ ഇതുപോലുള്ള വിഷയങ്ങൾ അവർക്ക് വിഷയമല്ല. ഇതെല്ലാം പറയാതെ പറയുന്നുണ്ട് ഈ സിനിമയിൽ. ഇപ്പൊ അതിൽ അതുകൊണ്ടൊരു വിവാദം മൂവിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വിമാനത്താവളത്തിന്റെ പേര്, എയർപോർട്ടിന്റെ പേര്, അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് പോകാനല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റിയിലെ ജേർണലിസം പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ, ഈ ഒരു കറണ്ട് സൊസൈറ്റിക്കുള്ള ഒരു റിബൽ മറുപടി എന്നുള്ള രീതിയിലാണോ ഈ മൂവിയിൽ കാണിക്കുന്നത്? 2 രീതിയിലും എടുക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു വിഷയമാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ പലരും ചോദിച്ചിരുന്നു, ചേട്ടാ നിങ്ങൾ ഈ സ്വർണ്ണപ്പൂർ എന്നുള്ളൊരു പേരിട്ടത് ശരിയാണോ, അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കരിപ്പൂർ എന്ന് പറയുന്നേക്കാൾ നല്ലതല്ലേ സ്വർണ്ണപ്പൂർ? അല്ല, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ല, അതിനേക്കാൾ നല്ല പേരല്ലേ. ഇനി അതല്ല, കോൺട്രാസ്റ്റ് മീനിങ് കൊടുത്തതാണോ? എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. കരിപ്പൂർ വിമാനത്താവളം അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ എൻ്റെ സ്വർണ്ണപ്പൂർ എന്നുള്ള പേര് മാറ്റാൻ ഞാൻ റെഡിയാണ്. അവരാദ്യം മാറ്റി വരണം. അതുമായിട്ട് ബന്ധമില്ല. ഇത് ശരിക്കും ആ ഒരു പേര് അല്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിച്ചു, ഈ മോഡേൺ ജേർണലിസത്തെ കുറിച്ച്. അതായത് കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജേർണലിസ്റ്റുകളാവാം, അല്ല ഇതിനെക്കുറിച്ച് വിവരമോ ജനറൽ നോളജോ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്തെ ജേർണലിസം എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. അതിനെ എങ്ങനെ കാണണമെന്നുള്ളത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? സന്തോഷ് പണ്ഡിറ്റ് എന്തോ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? ഭൂരിഭാഗം ഓൺലൈൻ മീഡിയകളിലെ ഒരു ഇതെടുത്ത് നോക്കുക. നടിയുടെ പുതിയ കോസ്റ്റ്യൂം കണ്ട് നാട്ടുകാർ ഞെട്ടി, മറ്റോളും ഇവനും തമ്മിലുള്ള ബന്ധം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഞെട്ടണം? അല്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം ന്യൂസ് ഇങ്ങനല്ലേ, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മുഖ്യമന്ത്രിക്ക് ഇനി പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇവൻ കൊടുത്ത മറുപടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പ്രധാനമന്ത്രിക്ക് ഇവള് കൊടുത്ത മറുപടി കണ്ടോ ഞെട്ടും. പ്രേക്ഷകർ ഞെട്ടി തീരുമാനമാവും. ഞാൻ ചോദിക്കുന്നു, ഇതാ അപ്പം നിങ്ങളൊരു ലൈക്കും ഷെയറും കിട്ടിയാലല്ലേ മുന്നോട്ട് പോകുള്ളൂ. വിവാദങ്ങൾ ഉണ്ടെങ്കിലല്ലേ 10 മനുഷ്യന്മാർ കാണുള്ളൂ. ഇതായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മറുപടി. ഇത് തന്നെയാണ് എൻ്റെ സിനിമയിലും പറയുന്നത്, ഇത് തന്നെയാണ് നമ്മളെ ഓൺലൈൻ മീഡിയയിലെ കോർപ്പറേറ്റായ പെൺകുട്ടിയും പറയുന്നത്. ഇവനോടതാണ്, ഞങ്ങൾക്കിവിടെ വിദ്യാഭ്യാസമൊന്നും പ്രശ്നമില്ല മാഡം, ഞാൻ MC ആണ്, നിങ്ങൾ എന്തോ ആയിക്കോ, നിങ്ങളിനി 7ാം ക്ലാസ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തരുന്നത് വിവാദമാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞ പല ന്യൂസും
മെയിൻ സ്ട്രീം അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അത് ഓൺലൈൻ മീഡിയാസാണ് തന്നിരിക്കുന്നത്. അവർ ധൈര്യപൂർവ്വം കൊടുക്കുകയാണ്. കാരണം അവർക്ക് ഇവൻ്റെ പരസ്യം കൊണ്ടല്ല അവർ ജീവിക്കുന്നത്, അവർക്ക് ഈ രീതിയിലും. പക്ഷേ അവർക്കും പിടിച്ചു നിൽക്കണം. അപ്പോൾ മൂവി റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരാളെ ഭാഗം മൂവി റിവ്യൂ ചെയ്യുന്ന തെറ്റു ശരിയെന്നോ ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ തെറ്റ് എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമയെ നശിപ്പിച്ച് അടങ്ങും, അയാളെ നിന്ന് കൈക്കൂലി കിട്ടിയില്ല. ഇതാണ് വിഷയമെങ്കിൽ ഞാൻ പറയുന്നത് ഈ റിവ്യൂ കണ്ടാൽ മാത്രമേ ജനങ്ങൾ സിനിമ കാണുന്നു അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അതിൽ മാറേണ്ടത്. എങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് മാറും. അപ്പോൾ ഈ ഭീഷണിയൊക്കെ എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് 50 ലക്ഷം ലൈക്കുണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കേരളത്തിലെ ജനങ്ങൾ കേൾക്കുക എന്നുള്ള അഹങ്കാരമാണ് ഇതിലെ പ്രധാനം. ശരിയല്ലേ? കാരണം ഇവർ പറയുന്നതിനെക്കാട്ടും വിഷയം അല്ലാണ്ട് നിങ്ങളൊരു റിവ്യൂ പറയുന്നു, ആളുകൾ നിങ്ങളെ പൊങ്കാലിടുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ളവരും നിങ്ങളെ ബോസ് പറയുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോസ് പറയുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവർ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്, നമ്മളെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നായകനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പരിപാടി നിർത്തിപ്പൊക്കൂടെ? ഇപ്പോൾ വിഷമം പറയുമ്പോൾ അപ്പം ഇപ്പം പറഞ്ഞ ഉത്തരവുണ്ട്, അവരെ എനിക്ക് കറക്റ്റായിട്ട് 1-ാം തീയതി ശമ്പളം തരുന്നുണ്ട്, ഞാൻ വേറെ പല പണിക്ക് പോകുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ശരിക്കും ഒരു, അല്ലാതെ ഞാൻ ഒരാളെ തെറ്റെന്ന് പറയുന്നില്ല, ഞാൻ ഇവിടെ ഒരു ഇതും തെറ്റെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണപക്ഷം തെറ്റാണെന്നോ പ്രതിപക്ഷം തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ വിഷയമേ അതല്ല. വിഷയം മുഴുവൻ പ്രവാസികൾ വന്നാൽ കേരളം എങ്ങനെ മുന്നോട്ട് പോകും, അതാണ് ആ ഒരു. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് കുറേയേറെ ഉത്തരവുണ്ട്. അതായത് മദ്യം, ലോട്ടറിയും ഡീസലിൻ്റെ ഇത് കിട്ടുന്ന ടാക്സ്, അതായത് ഇപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് അടിക്കുമ്പോൾ 30 രൂപയാണ് സർക്കാരിന് കിട്ടും തോന്നുന്നു, കേന്ദ്രത്തിനും കിട്ടുന്നുണ്ട്. ആക്ച്വലി 50 രൂപയുള്ളൂ, 20 രൂപ കേന്ദ്രവും 30 രൂപ കേരളത്തിനും കിട്ടും. ഇതൊക്കെയാണ് പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാര്യം ഇതാണ്. പിന്നെ സെസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വണ്ടി ഇറക്കിയില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അപ്പോൾ ഞാൻ പറയും, പൈസ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇറക്കില്ല, നിങ്ങൾ ബസ്സിലൊക്കെ പോകാൻ നോക്കും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അതൊരു ഭീകരമായ വിഷയമാണ്. പക്ഷേ അത് സിനിമയിൽ ക്ലൈമാക്സിൽ കറക്റ്റ് പറയുന്നുണ്ട്, മദ്യവും ലോട്ടറിയും ഡീസലിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഇല്ലെങ്കിലും കേരളത്തിന് ജീവിക്കാം എങ്ങനെയെന്നുള്ളത് ആ സിനിമയിൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ 20 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും കേരളത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് സിനിമ. ഒന്ന് വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുമ്പത്തെ കേരളം എന്നായിരുന്നു അന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്ന. വിവാദത്തിന് വേണ്ടി ഒന്നും ആ സിനിമയിലില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോഴേ പ്രവചിച്ചു വെക്കുന്ന ഒരു സിനിമ. അതൊരു മതമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അത് ജനറലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആരും മഹാന്മാരൊന്നും അല്ല. എനിക്കും കിട്ടണം ദിവസമ്പം മഹാസ്തര്യം, എനിക്കും കിട്ടണം പണം. ഇതേ ഉള്ളൂ എല്ലാവരുടെയും അവസ്ഥ എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ സ്ത്രീയായ മുഖ്യമന്ത്രി, ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം, ഇപ്പം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നു. എവിടെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ജനറലി നിങ്ങൾ കേൾക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ശബരിമലയിൽ 4 സ്ത്രീകൾ ഓട് ഒളിച്ചു കളഞ്ഞു, അതുകൊണ്ട് കേരളത്തിൽ മൊത്തം സ്ത്രീ സമത്വം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നമ്മളെ മുന്നിൽ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന സാധനം. അല്ലെങ്കിൽ ഒരു വനിതാ മതിലുണ്ടാക്കി, നല്ല കാര്യമാണ്. പക്ഷേ വനിതാ മതിലുണ്ടാക്കിയതുകൊണ്ട് മാത്രം ഇവിടെ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ? എന്ത് സമത്വം അവിടെ കിട്ടുന്നു? അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഷർട്ട് ഇട്ടോ, പെണ്ണുങ്ങളൊക്കെ ഷർട്ട് ഇടണം, പുരുഷന്മാരെ നിലവാരത്തിലേക്ക് ഉയരണം. അപ്പോൾ ആ പറയുന്നതിൽ തന്നെയുള്ളൊരു അബദ്ധം, ഇത്രയും കാലം സ്ത്രീകൾ താഴ്ന്നിട്ടാണ് കിടന്നു എന്നുള്ള അർത്ഥമുണ്ട്. അല്ല, ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളും പുരുഷനും സെയിമായി. അല്ലെങ്കിൽ ചില കോളേജുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് മൂത്രമൊഴിക്കാനുള്ള അവസരം. ഒരു ആണും പെണ്ണും ഒരുമിച്ച് മൂത്രമൊഴിച്ച് വെച്ചിട്ട് 2 ആൾ ഒരുമിച്ച് സ്ത്രീ സമത്വം വരുമോ? ചോദ്യം 1. ഇവിടെ എൻ്റെ സിനിമയിൽ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടാ സ്ത്രീകൾക്ക് അധികാരം വേണം, ഇങ്ങനത്തെ ഉടായിപ്പല്ല ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അധികാരം വേണം. നിങ്ങൾ ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കോ, നിങ്ങൾ ഞങ്ങളെ ആഭ്യന്തരമന്ത്രിയാക്കോ, നിങ്ങൾ ഞങ്ങളെ പാർട്ടിയുടെ ടോപ്പിലേക്ക് എത്തിക്കോ. അധികാരമൊന്നും തരില്ല. അല്ലെങ്കിൽ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും നിങ്ങൾ പഠിപ്പിക്കോ, സ്ത്രീയായി പറഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഫീസ് കൊടുക്കുമോ? അത് സർക്കാരിനെ 10 രൂപ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സർക്കാരിന് 10 രൂപയുടെ നഷ്ടമില്ല. ശബരിമലയിൽ 4 സ്ത്രീകൾ കയറി നടന്നിട്ട് സർക്കാരിന് 5 പൈസയുടെ നഷ്ടമില്ല. മനസ്സിലായി? ആണും പെണ്ണും ഒരുമിച്ച് മൂത്രമൊഴിച്ചു വിചാരിച്ചിട്ട് സർക്കാരിന് 5 പൈസയുടെ നഷ്ടമില്ല. ഞങ്ങൾ സ്ത്രീ സമത്വത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയാം. മറിച്ച് നിങ്ങൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് സർക്കാരിന് നഷ്ടമുണ്ട്. മറിച്ച് ഒരു പെൺകുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം, മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് നഷ്ടമുണ്ട്. കാരണം അധികാരം കൊടുക്കണം. അപ്പോൾ ഇതിലെ സ്ത്രീകൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് സ്ത്രീ സമത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അധികാരം തരൂ, നിങ്ങൾ പണം തരൂ. ഇത് രണ്ടും തരാതെ ഗിമ്മിക്ക് കളിക്കണ്ട. അവർണൻ സവർണൻ അവിടെയും നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. SC/ST വിഭാഗത്തിന് ഞങ്ങൾ പണ്ട് സവർണന്മാരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, ഞങ്ങളൊക്കെ സവർണർക്കെതിരാണ്, അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകൾ വരുന്നു, വാട്ടവർ. ഇത് കേൾക്കുമ്പോൾ
മറ്റൊരു ആയിരിക്കും ഇവർക്കൊക്കെ ഞങ്ങളോട് എന്ത് സ്നേഹമാണ്. നേരെ തിരിച്ച് ഇപ്പോഴത്തെ എന്നല്ല, ഏത് മിനിസ്ട്രിയിൽ എത്ര SC/ST-യിൽപ്പെട്ട MLA-മാരുണ്ട്, SC/ST-യിൽപ്പെട്ട എത്ര MP-മാരുണ്ട്, ഈ SC/ST-യിൽപ്പെട്ട എത്ര പേർക്ക് നമ്മൾ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നു, അത് സംവരണ ഗതികെട്ട് കൊടുക്കുകയാണ്, ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതല്ല. എവിടെയെങ്കിലും SC/ST MLA വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ, സ്നേഹം കൊണ്ട് SC/ST-ക്കാരോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തല്ല, ഗതികേട് കൊണ്ട് കൊടുത്തു. കേരളത്തിൽ എത്ര SC/ST-യിൽപ്പെട്ട മുഖ്യമന്ത്രിമാരുണ്ട്? പറയുമ്പോൾ മുഴുവൻ പറയണം. 24 മണിക്കൂർ ഞങ്ങൾ സവർണൻ ഫാസിസം നാസിസം ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്തുനിന്നും വരണം. ഈ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. സ്ത്രീകളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ സ്ത്രീ സമത്വമാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് അധികാരം തരൂ. അധികാരം തരൂ എന്ന് പറയുമ്പോൾ അവരെ തല്ലാനും കൊല്ലാനുമാണ് ഇവിടുന്ന് പോകുന്നത്. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഷർട്ട് ഇട്ടാലും നിങ്ങൾ മുടി മുറിച്ച് നടന്നു നീയും പുരുഷനും ഒന്നെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തോ ആയി തൊലയട്ടെ, നിങ്ങൾ ഒരുമിച്ച് മൂത്രം ഒഴിച്ചു ആയിക്കോട്ടെ, വെരി ഗുഡ്. അതേപോലെയല്ല നിങ്ങളൊരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കൂ, ഒരു സ്ത്രീയെ MLA ആക്കൂ, MP ആക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയായ പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുമ്പോൾ ശരിക്കും വിലയിരുത്താം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂസ് തന്നെയാണല്ലോ ഈ മൂവിയിൽ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പറയുന്ന ഈ പോയിന്റ് ഓഫ് വ്യൂസ് ഒക്കെ സൊസൈറ്റി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്ന പല കാര്യങ്ങൾക്കും ചില ക്ലാരിറ്റികളുടെ ആവശ്യമുണ്ടാവാം, ഉറപ്പായിട്ടും. അപ്പം പക്ഷേ ഈ പറഞ്ഞതിന് തെളിവുണ്ട് മാഡം. ക്ലാരിറ്റിയേക്കാളും ഞാൻ പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിനൊക്കെ തെളിവുണ്ട്. ഇതേവരെ കേരളത്തിലൊരു സ്ത്രീ മുഖ്യമന്ത്രി ഇല്ല. നമ്മൾ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു തെളിവാണ്. തെളിവാണല്ലോ. ഞാൻ പറയുന്നില്ല, ഇതുവരെ ഇല്ല, ഇതുവരെ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് എന്തോ പറഞ്ഞു. അങ്ങനെയുണ്ടോ? അല്ല, നിങ്ങളെ പരിചയത്തിൽ ഏതെങ്കിലും സ്ത്രീയായ മുഖ്യമന്ത്രി ഉണ്ടോ? അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. അല്ല, ഞാനിവിടെ പറഞ്ഞു വെച്ച കാര്യത്തിന് ക്ലാരിറ്റി ആവശ്യമില്ലെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു. ഇപ്പം നിങ്ങൾ ചോദിച്ചോണ്ട് പറയാം. ഈ ഒരു കാര്യമല്ല. അല്ല, അപ്പോൾ ആ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് സിനിമയിൽ പറയാം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് പെർസെപ്ഷനിൽ ഞാൻ പറഞ്ഞതിൽ ഇന്ന് വരെ കറക്റ്റാണ്. SC/ST-യിൽപ്പെട്ട എത്ര മന്ത്രിമാരുണ്ട് പറ, സംവരണ അല്ലാത്തത്. പിന്നെ എവിടെയാണ് സ്ത്രീകൾക്ക് എത്രയാണ് അധികാരം കൊടുത്തത്? ഞാൻ ഒരു പാർട്ടി അല്ലല്ലോ പറയുന്നത്. ഇതേവരെ കേരളത്തിൽ എന്താണ് നടന്നത്? ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഞാൻ എന്ത് കൊടുക്കാനാണ്? ഇന്ന് വരെ ഇങ്ങനെയാണ്. ഇപ്പം നാളെ മുതൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ ഇന്ന് വരെ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് കിട്ടിക്കാണും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് മാഡം പറയാ. ആ ഒരു കാര്യത്തിലുള്ള ആളുകളുടെ കുറച്ച് ഡൗട്ട്സിന് ഒരു ക്ലാരിഫിക്കേഷൻ ആണല്ലോ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ ആയിരിക്കാം അത്. അപ്പം അത്തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് പറയുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫിലിമിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഫിലിമിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പം റീസെൻ്റ് ആയിട്ട് ഫിലിം ഫീൽഡിനെ പറ്റിയിട്ട് സംസാരിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് അറിയാലോ. ഇപ്പം ഒരു 3 മാഫിയകൾ നമ്മുടെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കാണുന്നവർക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് മിസ്സാവുന്ന പോലെയാണ് അവർക്ക്. എന്താണ് മിസ്സായത് ചോദിക്കും. അതായത് ഇപ്പം എറണാകുളം മാഫിയ എന്ന് പറഞ്ഞിട്ട് ഒരിത് പറയുന്നു, ട്രിവാൻഡ്രം മാഫിയ എന്ന് പറയുന്നു, ദെൻ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നു. അപ്പം ഇതിൽ ഈ മട്ടാഞ്ചേരി മാഫിയാണ് കുറച്ച് ഡേഞ്ചർ എന്നതാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള മാഫിയകൾ വലിയ കുഴപ്പമില്ല, ഇതൊരു ഡേഞ്ചർ ആണ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ആ ഒരു ഡേഞ്ചർ എന്ന് അറിയാനായിട്ട് ആളുകൾക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഉത്തരം പറയാലോ? ഓഫ് കോഴ്സ് പറയാം. ആദ്യമായിട്ട് പറയേണ്ടത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന സംഭവം ഫസ്റ്റ് പറഞ്ഞത് ഈ കേരളത്തിൽ സന്തോഷ് പണ്ഡിറ്റാണോ? ആണോ? അല്ല മാഡം, എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം. സന്തോഷ് പണ്ഡിറ്റ് അല്ലല്ലോ. അല്ല, ഞാൻ ഉത്തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ജനറലി ഒരു ടോക്ക് ഉണ്ട്. അല്ലാണ്ട് സന്തോഷ് പണ്ഡിറ്റ് കണ്ടുപിടിച്ച ഒരു മാഫിയ അല്ല മട്ടാഞ്ചേരി മാഫിയ. അതും കൂടെ നമ്മൾ പറയുമ്പോൾ മുഴുവൻ പറയണം. ഇത് ഇവിടുത്തെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനൽ, പേര് പറയാലോ അല്ലേ, മറുനാടൻ മലയാളിയിൽ ഒരു പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് കണ്ടുപിടിച്ചു എന്ന് പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മറുനാടൻ മലയാളിയിൽ പുഴു എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത അതിൻ്റെ ഒരു സ്ത്രീയാണ് ചെയ്തത്. അവരുടെ ഭർത്താവാണ് ഈ മട്ടാഞ്ചേരി മാഫിയയും അവരുടെ രീതിയെക്കുറിച്ച് പറഞ്ഞത്, സന്തോഷ് പണ്ഡിറ്റല്ല. അതായത് അവർക്ക് ഇപ്പോൾ സവർണ അവരുദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇവരുടെ സിനിമകളിൽ വില്ലനായി എപ്പോഴും നായർ, മനസ്സിലായില്ലേ, നമ്പൂതിരി, മേനോൻ,
ഇങ്ങനെയുള്ള കാസ്റ്റ് ഹയർ കാസ്റ്റിൽപ്പെട്ടവരെ മോശക്കാരായും അവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന സിനിമകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം എന്ന് വാശി പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ആ സിനിമ വിചാരിച്ച പോലെ വിജയിച്ചില്ല, സംതിങ്. അതായത് ഈ വിവാദത്തിന് തുടക്കമിട്ടത് സന്തോഷ് പണ്ഡിറ്റല്ല, അല്ല, ഒരിക്കലും അല്ല. അത് അത്രയും ശരിയാണല്ലോ. ഓക്കെ, അപ്പം ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് അതിനെ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ഉത്തരം തരാം. അല്ല, അതിന്റെ തുടക്കം അങ്ങനെയാണ്. അല്ലാണ്ട് കേൾക്കുന്നവർ സന്തോഷ് പണ്ഡിറ്റ് പെട്ടെന്ന് ബോധോദയം വന്നതാണോ? അല്ല. ആ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് മട്ടാഞ്ചേരി മാഫിയ മാത്രമല്ല, തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ എന്ന് പറഞ്ഞിട്ട് വേറെ 2 മാഫിയ ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത്, ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് ഒരു അപകടമായ രീതിയിലാണ് അവർ പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ശരി, എൻ്റെ ആ വീഡിയോ നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. മട്ടാഞ്ചേരിയിലുള്ള മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്ഥലമാണ്, അവിടെയുള്ള കുറച്ച് പേർ ചേർന്ന് നടത്തിയ മാഫിയ അല്ല മട്ടാഞ്ചേരി മാഫിയ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇടക്കാലത്ത് പല സിനിമകളും, സിനിമയുടെ പേര് പറയുന്നില്ല, ആ സിനിമകളിൽ ഈ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെ കുറേ ഗുണ്ടകളെ കഥ പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി വന്നിരുന്നു. അതൊക്കെ ഈ സിനിമ അല്ല, ഈ കാണുന്നവർക്ക് മനസ്സിലാവും. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറേ ഗുണ്ടകൾ. എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതാണ്, അവിടുത്തെ നല്ല മനുഷ്യന്മാരുമാണ്, എനിക്കറിയാം. അവിടെ നല്ല കലാകാരന്മാരുള്ള സ്ഥലമാണ്. ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. പക്ഷെ സിനിമകളിൽ കാണിച്ചത് എന്താണ്? മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറേ ഗുണ്ടകളാണ്. കുറേ സിനിമയുടെ പേര് പറയുന്നത് എനിക്ക് വിഷമം കൂടെ പറയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായി, പൊതുവിലുള്ളൊരു ടോക്കാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന്. ഈ പേരെങ്ങനെ വന്നു എന്ന് ആദ്യം നോക്കണം. ഇവിടെ കണ്ടിന്യൂസ്ലി സിനിമകളിൽ മട്ടാഞ്ചേരിയിലെ ഗുണ്ടകളുടെ കഥ പറഞ്ഞ് സിനിമാ രംഗത്തുണ്ടായ ഒരു ടോക്കാണ് മട്ടാഞ്ചേരി മാഫിയ. അതൊരു വശം വെച്ചു. അത് കുറച്ച് ഗുണ്ടായസം കാണിക്കുന്ന ഒരു മട്ടാഞ്ചേരി മാഫിയ കേട്ടോ. മട്ടാഞ്ചേരി എന്ന സ്ഥലമായിട്ടോ ജനങ്ങളായിട്ടോ ഇതിനൊരു ബന്ധമില്ല. അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ഈ രീതിയിൽ സിനിമ എടുത്തപ്പോൾ അവരെ നമ്മൾ പേര് മാറ്റി ഇത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം തരണം. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അല്ലാതെ ഈ സിനിമ ചെയ്ത മൊത്തം ആൾക്കാർ ഈ ഒരു ചെറിയ കുഞ്ഞു സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇവരുടെ രീതി കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ചോദിക്കാം, ഇവരുടെ രീതി ഓക്കെ, ഒരു ടീം ഇങ്ങനെ എന്തോ ഒരു രീതിയിൽ ചെയ്യുന്നു, അപ്പോൾ അതിന് മട്ടാഞ്ചേരി തന്നെ എന്തുകൊണ്ട് പേര് കൊടുക്കണം? അതിന് സിനിമാ രംഗത്ത് തന്നെയുള്ള ഉത്തരം എന്താണ്? കഞ്ചാവ് അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ MDMA പോലുള്ള സാധനങ്ങൾ ഈ ഒരു വിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നു. ഫിലിം ഫീൽഡിൽ തന്നെ അല്ല, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് പറഞ്ഞത്, സന്തോഷ് പണ്ഡിറ്റല്ല. വീണ്ടും ഇത് എൻ്റെ തലയിലിടരുത്. അല്ല, ഉറപ്പായിട്ടും അല്ല ജി, അതാ അത് കാണുന്നവരോട് തന്നെയാണ് പറയുന്നത്. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് തലയിടരുന്നതാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് പറഞ്ഞത്. ന്യൂ ജനറേഷനിൽ പെട്ട ചില നടന്മാർ ഇങ്ങനെ അവർക്ക് കഞ്ചാവ് അടിച്ചാലേ അവർക്ക് അഭിനയം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കഞ്ചാവാണെന്ന് സന്തോഷ് പണ്ഡിറ്റല്ല, അവരാണ് പറഞ്ഞത്. ഓക്കെ, ഇവർ അന്ന് കറക്റ്റ് ആളുകളെ പേരടക്കം വെച്ചിട്ടാണ് പറഞ്ഞത്. അവരാരെങ്കിലും അതിനെ മറുപടി പറഞ്ഞു, അല്ല ഇങ്ങനെ ഞങ്ങൾക്കെതിരെ അലിഗേഷനുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ അവർ വിചാരിക്കുന്നതിന് ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് തന്നെ പേര് വരാൻ കാരണം കഞ്ചാവാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പല സിനിമകളുടെ പേര് കഞ്ചാവാണ്. വീണ്ടും ഞാൻ സിനിമയുടെ പേര് പിന്നെ ഒരാളെ വേദനിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. ഇവരുടെ സിനിമകൾ ഈ നായകൻ അല്ലെങ്കിൽ നായകന്മാർ എന്ന് പറയുന്നവർ കൂടുതലും മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് കഞ്ചാവ്. ഇത് കണ്ടിന്യൂസ്ലി ഇവർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി ഈ കുറേ സിനിമകളിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് കാണിക്കുകയും ഇവരെ പൊതു സ്വഭാവം റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഇവർക്ക് മട്ടാഞ്ചേരി മാഫിയ എന്ന് പേര് വന്നത്. അതായത് മട്ടാഞ്ചേരി ആയിട്ടോ സ്ഥലമായിട്ടോ ഒരു ബന്ധമില്ല. ആദ്യമായിട്ട് അത് മനസ്സിലാക്കണം എന്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു 1988 മുതലാണ് ഈ തിരുവനന്തപുരം മാഫിയ വരുന്നത്. ഈ തിരുവനന്തപുരം മാഫിയ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അവരുടെ നാട്ടിലെ കുറച്ച് പേർക്ക് അതിന് ശരിക്കും മാഫിയ എന്ന് പറയണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വശമാണ് ഈ സീരിയൽ രംഗത്തൊക്കെ വരുന്ന ആളുകൾക്ക്, നിങ്ങളിപ്പോൾ ഒരു സീരിയൽ നടിയാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരാൻ കുറച്ചുകൂടി ഈസിയായി. അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളൊക്കെ തിരുവനന്തപുരം ഏരിയയിലുള്ളവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ലോഡ്ജിങ് ഒക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ളവനാണെങ്കിൽ എളുപ്പമാണല്ലോ എന്ന് കരുതി അവർ ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഏരിയയിലേക്ക് പറഞ്ഞു വരുമ്പോൾ എന്തായി കണ്ട, ഒരു തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ കൊടുക്കൂ. അതിൻ്റെ അർത്ഥം കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് പോയിട്ട് താമസിച്ചാലും അവൻ തിരുവനന്തപുരം മാഫിയൻ്റെ ഭാഗമാവുകയാണ്. ഇങ്ങനെ ബോധപൂർവ്വം ഒരാൾ ഇങ്ങനെ ഒരു
ഒരു സംഘടന ഉണ്ടാക്കിയതല്ല, ഇതിങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. അതായത് സീരിയൽ രംഗത്തുള്ള പല സീരിയലുകളും തിരുവനന്തപുരം വന്നപ്പോൾ അവർ ആ തിരുവനന്തപുരം ഏരിയയിൽ ഇത് വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അവർ കളിക്കുന്നുണ്ടോ, നമ്മളാളുകൾക്ക് കിട്ടിക്കോട്ടെ, ഇതിങ്ങനെ കഥ പോയി ഒരു വശം. അപ്പോഴാണ് എറണാകുളം സൈഡിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ്, അതായത് അവർ കുറച്ചും കൂടെ കഥാചിത്രങ്ങളാണ് എടുത്തിരുന്നത്. നമ്മൾ എറണാകുളം സൈഡിലുള്ള വരുന്നവർ എടാ ഇങ്ങനെ ഭയങ്കര സീരിയസ് പ്രമേയങ്ങളൊന്നും വേണ്ട, നമുക്ക് കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് വേണം, അതാ നമ്മളെ ടീമിനെ വിളിച്ചോ, അതാണ് കുറച്ചൊക്കെ മിമിക്രിക്കാർ അല്ല ഈ ഒരു വിഭാഗം, ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ. ഇതൊന്നും അവരിങ്ങനെ എറണാകുളം മാഫിയ എന്ന് തുടങ്ങിയതല്ല, ഇതായി വന്നപ്പോൾ ഒരു ഫോക്കസ് വന്നപ്പോൾ അവരെ ഒരു ടീമൊക്കെ വെച്ചിട്ട് മിമിക്രി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഈ 1988 എന്നൊക്കെ ഞാൻ പറയുന്നത് സീരിയൽ രംഗം സ്ട്രോങ് ആയപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സീരിയലിലേക്കാണ് അത് കൂടുതൽ തിരുവനന്തപുരം മാഫിയ വന്നത് അല്ല, അങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തുകാർ അധികം ഉൾപ്പെടുത്താതെ നമ്മൾ എറണാകുളത്തുകാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ചും കൂടെ കോമഡിക്കും എൻ്റർടൈൻമെൻറ്റിന് കൊടുത്ത് കഥാചിത്രത്തെക്കാൾ ഇവർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് കൂടുതൽ കൊടുക്കുകയും ഇങ്ങനെ ചെയ്തിട്ടാണ് ഇവർ ഈ എറണാകുളം മാഫിയ അറിഞ്ഞോ അറിയാതെയോ വരുന്നത്. ഇതാണ് രണ്ട് മാഫിയ. ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 മുതലാണ് മട്ടാഞ്ചേരി മാഫിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് മാഫിയയും അതായത് അവരൊരു ഗ്രൂപ്പാണ്. ഈ പറയുന്നതിൽ കോഴിക്കോട്ടുകാരനും കാസർഗോഡുകാരനും ഉണ്ടും കൂടെ ഈ പരിപാടി കാണുന്നവർ മനസ്സിലാക്കണം ഇതുണ്ട്. ഈ 2014 എത്തിയപ്പോഴാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നവരുടെ തുടക്കമിടുന്നത്. അതായത് ഇവർ കുറച്ചുകൂടി പറയപ്പെടുന്നു അതിലുള്ള ചില ആളുകൾ കഞ്ചാവിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവരെ അതായത് കഞ്ചാവ് അടിക്കുന്നതിൽ തെറ്റില്ല. ഇനി അവിടെയാണ് ഇത് ഡേഞ്ചർ ആണോ എന്ന് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഈ രണ്ട് ടീമും അവരെ അടുത്തടുത്തുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴും അവർക്കൊരു എത്തിക്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ അവരുടെ കഥകൾക്ക് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാന നായകൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മനസ്സിലാക്കണം. ഈ രീതിയാണ് അവരുടെ കഥയിൽ പോലും പോയത്. ആ എത്തിക്സ് അവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ മട്ടാഞ്ചേരി മാഫിയയിലേക്ക് എത്തിയപ്പോൾ എന്തായെന്നറിയോ, സിനിമയുടെ കഥാപരമായി ഒരാൾ കൊലപാതകം നടത്തുന്നു, കറക്റ്റായി പോലീസിനെ പറ്റിക്കുന്നു. ഒരാൾ അതായത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പോലീസിനെ പറ്റിക്കലാണ്. കഥ ഇങ്ങനെയായി, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് കക്കുന്നു, പോലീസിനെ പറ്റിക്കുന്നു. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവല്ലാത്ത ഒരുത്തൻ്റെ കൂടെ പോകുന്നു, ഭർത്താവ് പിടിക്കപ്പെടുന്നു കാണുമ്പോൾ ഭർത്താവിനെ എങ്ങനെ പറ്റിക്കുന്നു എന്നുള്ളതാണ് 2.5 മണിക്കൂർ കഥ. തെറ്റിയാൽ രക്ഷപ്പെടുക സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഇവരുടെ സ്റ്റോറി എന്തായിരിക്കും, ഒരാളൊരു തെറ്റ് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് കള്ളോ കഞ്ചാവോ വാട്ടവർ ആ സിനിമയിൽ തന്നെ അതിൽ കാണിക്കുന്നുണ്ട്, ഡയലോഗ് പറയും. ഇതൊക്കെ അത് ജനറലൈസ് ചെയ്യാം. കുറ്റവാളികളെ ജനറലൈസ് ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടെ സിനിമകളിൽ വരുന്നത്. സിനിമകളുടെ പേര് പറയുന്നതിലുള്ള വിഷമം കൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഇവരുടെ സിനിമയുടെ പേര് തന്നെ മദ്യമോ കഞ്ചാവോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിട്ട് ഒരു ടീം ഫോം ആയി വന്നു. കംപ്ലീറ്റ് ആയില്ല. അന്നത്തതിന് ശേഷമാണ് പണം വെളുപ്പിക്കാൻ കുറച്ചുകൂടെ സിനിമയെ ഉപയോഗിക്കാൻ തുടങ്ങി. സൈനും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ഈസി ആണെന്നല്ലേ പറയുന്നത്? നിങ്ങളെന്താണ് സ്ത്രീധനത്തെ പ്രൊമോട്ട് ചെയ്യണം? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മലയാളികൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ?